പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ പുതിയ അതിഥികളെ തേടിയുള്ള യാത്ര, ഇന്നത്തെ ഈ ദിവസം ആദ്യത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ കീഴാറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കിണറ്റിൽ ഒരു അതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി. ഞങ്ങൾ എന്തായാലും ആ സ്ഥലത്ത് എത്തി. ആ സ്ഥലത്തേക്ക്, ആ കിണറ്റിലേക്ക്, ആ കിണർ കാണുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന വീട്ടിലേക്ക് ഉള്ള വഴി മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, വഴിയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് പോയി, കിണറായതുകൊണ്ട് ആൾക്കാർ കൂടുന്നതിന് മുന്നേ, അധികം ആൾക്കാർ വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആൾക്കാർ കൂടുന്നത് നമ്മുടെ ആ മേഖലയ്ക്ക് അപകടമാണ്, അല്ലെങ്കിൽ നമ്മുടെ മേഖലയ്ക്ക് തടസ്സമാണ്. എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ പോകുന്നു ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ആ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തും. എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു നമ്മുടെ ഓർമ്മയെന്ന് പറഞ്ഞാൽ, നമ്മളിതിന് മുന്നേ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൂടെ കിണറ്റിൽ ആകപ്പെട്ടൊരു മുറുക്കൻ്റെ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാമ്പിൻ്റെ മുട്ടയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാളത്തിൽ 2-3 മുട്ട കണ്ടപ്പോൾ, ചേരയുടെ മുട്ട കണ്ടപ്പോൾ നമ്മൾ ആ ചേരയുടെ മുട്ട എടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം, 1-2 പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ ഈ സ്ഥലത്ത് വന്നു. എന്തായാലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു സ്ഥലമാണ്. കാരണം നമ്മൾക്ക് പാമ്പിനെ പിടിക്കാൻ പോകുന്ന പല സ്ഥലങ്ങളിലും എപ്പോഴും ജീവിക്കാൻ നിവൃത്തിയുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളിലാണ് കൂടുതൽ നമ്മുടെ യാത്ര. പക്ഷേ ഇപ്പോൾ ഇത് നോക്കുക, എന്നെപ്പോലെ സാധാരണയിലും സാധാരണക്കാരായ ആൾക്കാർ ജീവിക്കുന്നൊരു മേഖലയാണ് ഈ മേഖല. എന്തായാലും നമ്മുടെ പ്രിയ സഹോദരന്മാരുടെ വീടിനടുത്ത്, അല്ലെങ്കിൽ പ്രിയ സഹോദരന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ കിണർ എന്ന് പറയുമ്പോൾ അത്ര ചെറിയതൊന്നും അല്ല, എന്നാൽ ഇറങ്ങാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട്, അകത്തൊക്കെ നന്നായിട്ട് ഇടിഞ്ഞിട്ടുള്ളൊരു കിണറാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുള്ളത്, എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണാൻ കഴിയുന്നതിന് ഒരുപാട് പാമ്പ് പിടുത്തക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതിന് കാരണം കാണാനായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം ഒന്നുകിൽ മാറി നിൽക്കാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ പൂനെയിൽ ഒരു പാമ്പിനെ പിടിക്കുന്ന ആൾ പാമ്പിനെ പിടിച്ച് മര്യാദയ്ക്ക് പിടിച്ചതിന് ശേഷം അവിടെ കാണികൾക്ക് കാണിക്കാനായി വീണ്ടും പാമ്പിനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അതിനിടയിൽ അദ്ദേഹത്തിന് കടിയേറ്റ് മരണപ്പെടുകയുണ്ടായി. ഇങ്ങനെ ഈ കഴിഞ്ഞ 2016 തന്നെ കേരളത്തിൽ പാമ്പിനെ പിടിച്ച്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ഏകദേശം 8 പേരാണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഈ 2014 ഇന്ത്യയിൽ ഏകദേശം ഈ പുതിയ മാസം തന്നെ, 2017 രണ്ടാമത്തെ മാസം തന്നെ ഏകദേശം 4ഓളം പേര് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളൊരു കാര്യം, ഒരു പാമ്പിനെ പിടിക്കുന്നത് കാണാൻ നമ്മളെല്ലാവരും പാമ്പിനെ കാണുന്നവരാണ്. ഒരു വീട്ടിലൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ, ഒരു കിണറ്റിലൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം അവിടെ തടിച്ച് കൂടുന്നത്, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രോഗ്രാം നമ്മളെപ്പോഴും പാമ്പുകളെ ദൃശ്യമാധ്യമങ്ങളിലും പത്രത്തിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു അത്ഭുത വസ്തുവൊന്നും അല്ല പാമ്പുകൾ, എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. കണ്ട് പരമാവധി പ്രോഗ്രാം കാണുന്ന നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കുക. ഒരു പാമ്പ് ഒരു വീട്ടിൽ അകപ്പെട്ടു എല്ലാവരും കൂടെ അവിടെ കൂടി അവിടുത്തെ കൃഷി നശിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ചവിട്ടി നശിപ്പിക്കുക, അതിനുള്ള സാഹചര്യം ഒരുക്കാതെ, അല്ലെങ്കിൽ ആ പാമ്പിനെ പിന്നെ ആ വീട്ടിൻ്റെ ഓണർ തന്നെ വിചാരിക്കും ആരെയും വിളിക്കേണ്ട, അതിനെ തല്ലിക്കൊല്ലാമെന്നുള്ളൊരു മേഖലയിലേക്കും. അതുകൊണ്ട് അതിൻ്റെ പരമാവധി നാട്ടുകാരുടെ നല്ലൊരു സമീപനം ഉണ്ടായാൽ മാത്രമേ ഈ മേഖല മുന്നോട്ട് പോവുകയുള്ളൂ. എന്തായാലും നമ്മൾ ഇവരുടെ സഹകരണത്തോടു കൂടി നമ്മൾ ഈ പാമ്പിനെ ഇറങ്ങിയെടുക്കണം. ഇതിൽ മിക്കവാറും ഓക്സിജൻ കിട്ടുകയില്ല. ഞാൻ ഇറങ്ങിപ്പോവാണെങ്കിൽ ചിലപ്പോൾ എന്നെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടാകും. വെള്ളം തൊട്ടിയോ അല്ലെങ്കിൽ ബക്കറ്റോ ഉപയോഗിച്ച് കോരുന്നൊരു കിണറല്ല, മോട്ടറിൽ കൂടി വെള്ളം എടുക്കുന്നൊരു കിണർ. അപ്പോൾ ഓക്സിജൻ കുറവായിരിക്കും. അത് കയറിക്കഴിഞ്ഞാൽ ഇടിവുള്ളതുകൊണ്ട് നമുക്ക് തിരിച്ച് എന്നെ പൊക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല. നമ്മൾ സാധാരണ നമ്മുടെ പ്രോഗ്രാമിലൂടെ ചെയ്യും പോലെ നീല വല, അല്ലെങ്കിൽ കിണറ്റിൽ പണ്ട് മൂടുന്ന വല ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തിയാണ്. വിജയിക്കുമെന്ന് അറിയില്ല, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം.
അപ്പോൾ നമ്മുടെ ദൗത്യം ആരംഭിക്കണം. കയറുമെന്ന് അറിയില്ല, എന്തായാലും നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ പറഞ്ഞ വെള്ളത്തിൽ കിടന്നപ്പോൾ 2 അടി കൂടി നീളം തോന്നി, പക്ഷേ നീളം തോന്നിയെങ്കിലും അത്ര നീളമുള്ളതല്ല. ഇത് സാധാരണ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറയും ശംഖുവരൻ. ഇദ്ദേഹത്തെ ശംഖിൻ്റെ മാർക്കുള്ളതുകൊണ്ട് ശംഖുവരൻ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് ശംഖുവരൻ എന്നല്ല. ഇദ്ദേഹത്തിൻ്റെ പേര് പൂച്ചക്കണ്ണൻ പാമ്പ് എന്നറിയപ്പെടും. നമ്മുടെ നാട്ടിലൊക്കെ പൂച്ചക്കണ്ണൻ പാമ്പ് എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ ഇതിനെ ബാൻഡഡ് കുക്കറി സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം വെനമസ് അല്ല, കടിക്കുമെങ്കിലും നല്ല ഷാർപ്പായിട്ടുള്ള നീളമുള്ള പല്ലാണ്. നല്ല പെയിൻ, എനിക്ക് ഒരു പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിയിട്ടുണ്ട്. നല്ല പെയിൻ, സാധാരണ നീർക്കോലിയോ ചേരയോ ഒക്കെ കടിക്കുന്നതിനേക്കാളും നല്ല പെയിൻഫുള്ളാണ് ഇദ്ദേഹത്തിൻ്റെ കടി. നല്ല മുറിവുണ്ടാവുന്നു. പക്ഷേ ഇത് പരമാവധി വളർച്ചയായി ചിലപ്പോൾ നമ്മുടെ കൈയുടെ ഒരു ചെറിയ വിരലിൻ്റെ അത്രയും വരെ വളരാം. പരമാവധിയുള്ള വളർച്ച 2 അടിയോളം മാത്രമേ ഇവ വളരാറുള്ളൂ. മുട്ടയിടുന്ന പാമ്പ് തന്നെയാണ് കൂടുതലായിട്ട് ഇതിനെ കണ്ടുവരുന്നത്. ഇതുപോലെ നമ്മുടെ തണുത്ത പ്രതലങ്ങളിൽ, അതായത് കിണറ്റിനോട് ചേർന്ന ഭാഗങ്ങൾ, ബാത്റൂമിനോട് ചേർന്ന ഭാഗങ്ങൾ, അതുപോലെ പുല്ല് ധാരാളം വളർന്നു കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ കണ്ടുവരുന്നു. ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കുക. ചുണ്ട് കൂർത്തിരിക്കുന്നു. തലയുടെ മുതൽ തിരിച്ചു പിടിക്കുമ്പോൾ വി ഷേപ്പിലാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കിൻ്റെ തുടക്കം. അത് കഴിഞ്ഞാൽ ശംഖിൻ്റെ നടുക്ക് വീതി കൂടി 2 സൈഡിലും കൂർത്ത് ശംഖിൻ്റെ അതേ സെയിം വരകളാണ് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത്. വാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാലിന് നീളമുണ്ടാകത്തില്ല, വാലിങ്ങനെ കൂർത്തിരിക്കുക. അതാണ് ബാൻഡഡ് കുക്കറിയുടെ ഒരു പ്രത്യേകത. അറ്റം വരെ വര പകുതി വരെ മാത്രമേ വരകൾ തെളിയുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ വര കുറഞ്ഞു പോകുന്നു. അതുമാത്രം ഇതിന് വേറെ പ്രത്യേകത, ഇത് ഫീമെയിൽ പെൺ ബാൻഡഡ് കുക്കറി. ചിലപ്പോൾ ഇതിനകത്ത് ഈ സൈഡിൽ ഇതിനകത്തുള്ള ആ ഭാഗങ്ങളിൽ ഇനിയും വേറെ കാണാം. കാരണം മണ്ണിൻ്റെ അകത്തുള്ള ചെറിയ മാളങ്ങളിലാണ് ശംഖുവരൻ പാമ്പ് വസിക്കും പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ വാസം. ശംഖുവരൻ പാമ്പിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒരു പാമ്പാണ് ഇദ്ദേഹം. ശംഖുവരൻ പാമ്പിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ചുരുട്ട എന്നറിയപ്പെടുന്ന പാമ്പാണ് ശംഖുവരൻ പാമ്പിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇതും ശംഖുവരൻ പാമ്പിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ്. ചെറിയ കുഞ്ഞു കണ്ണാണ്, വളരെ ചെറിയ കണ്ണാണ്. നാവിൻ്റെ മറ്റ് ചേരയോ മുറുക്കനെയൊക്കെ പോലുള്ള നാവല്ല ഇദ്ദേഹത്തിൻ്റെ നാവ്. മറ്റ് ചേരയ്ക്കും മുറുക്കനൊക്കെ നീല കളർന്ന നാവാണ്. ഇത് വന്നിട്ട് ഒരു ലൈറ്റ് റോസ് കളർ നാവാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇദ്ദേഹം പെട്ടെന്ന് 8 പോലെ ചുരുണ്ടിട്ട് ചാടി കടിക്കുന്ന, പെട്ടെന്ന് ബോൾ പോലെ ഉരുളുകയും പെട്ടെന്ന് ചാടി കടിക്കാനും കഴിവുള്ളൊരു അതിഥിയാണ് ഇദ്ദേഹം. കാണുക, ബാൻഡഡ് കുക്കറി എന്നറിയപ്പെടുന്ന, പൂച്ചക്കണ്ണൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. പരമാവധി വളർച്ച ആയിട്ടില്ല. പരമാവധി 2 അടിയോളം മാത്രമേ ഇത് 2 അടിയോളം നീളം വളർന്നിട്ടില്ല. ഇതിപ്പോൾ 1.5 അടി മാത്രമേ നീളമുള്ളൂ. 1.5 അടിയോളം മാത്രമേ നീളമുള്ളൂ. ഉദ്ദേശം ചെറിയ തീരെ കുഞ്ഞനൊന്നുമല്ല. ഇദ്ദേഹത്തിന് 3 വയസ്സിലേറെ പ്രായമുണ്ട്. ഇദ്ദേഹത്തിന് വളരെ കുഞ്ഞ് പാമ്പൊന്നുമല്ല, പ്രായമുള്ള ആൾ തന്നെയാണ്. കണ്ടാലൊരു കുഞ്ഞനെന്നൊക്കെ തോന്നുമെങ്കിലും കുഞ്ഞൻ പാമ്പല്ല. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ ഈ അതിഥിയെ ചെറിയൊരു കുഞ്ഞ് ബോട്ടിൽ ഇവിടെ നിന്ന് വാങ്ങി ആ ബോട്ടിലടച്ച് അടുത്ത സ്ഥലത്തേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക്, വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര രാത്രിയായിട്ടും യാത്രയായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഈ സ്ഥലം ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ കേരളീയരല്ല, ലോകത്തുള്ള കുറേ ആൾക്കാർ, നെറ്റും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ മറന്നു പോകാത്ത ഒരു സ്ഥലമാണ്. ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആറ്റിങ്ങിൽ നിന്ന് മണനാക്ക് കഴിഞ്ഞ് വക്കം, നിലയ്ക്കാമുക്കി എന്ന് വലത്തോട്ട് തിരിഞ്ഞ് വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രിയ സഹോദരൻ, ഇവിടെ താമസമില്ലാത്തൊരു വീടാണ്. അദ്ദേഹം വീടിനകത്ത് എന്തോ സാധനം എടുക്കാനായി, താമസമില്ലെങ്കിലും വീടിനകത്ത് പഴയ സാധനങ്ങളൊക്കെ വീടിനകത്ത് ഇരിപ്പുണ്ട്. മുൻകാലങ്ങളിൽ താമസം ഉണ്ടായിരുന്ന വീടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തോ സാധനം എടുക്കാനായിട്ട് വീട്ടിനകത്ത് വന്നപ്പോൾ പെട്ടെന്ന് കൈയിട്ട സ്ഥലത്ത് എന്തോ ഒരു അതിഥിയെ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഏതാണ് അതിഥി എന്നൊന്നും നമുക്കറിയില്ല. ചേരയാണോ, മൂർഖനാണോ, നീർക്കോലിയാണോ, രാജവെമ്പാലയാണോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും രാജവെമ്പാല മാത്രമല്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഇവിടെ രാജവെമ്പാല ഇല്ല. എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി. സ്നേക്ക് മാസ്റ്റർ ടീം നമ്മുടെ നാട്ടുകാരെ മുന്നിലേക്ക് എത്തി. ആ പാമ്പിന് ഇരിക്കുന്ന വീടിൻ്റെ അടുത്തെത്തി. ഇനി സമയം കളയുന്നില്ല.
നമുക്ക് പോകാം ആ വീട്ടിനകത്ത് അലമാരയുടെ പിന്നിലിരിക്കുന്ന അതിഥി ഇരിക്കുന്ന സ്ഥലത്ത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇരുന്ന് ബോറടിച്ചാണ്. നമുക്ക് ഇവിടുന്ന് ആൾക്കാരെ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ചെറിയ ഒരു വീടാണ്, സ്ഥലമില്ല, നിൽക്കാനുള്ള സൗകര്യമില്ല. എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനല്ലേ, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ കണ്ണിന് മുന്നിലേക്ക് എത്താനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. വ്യത്യസ്തനാണോ അത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണോ? പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ അപകടകാരിയല്ലാത്ത, കടിച്ചാൽ മരണപ്പെടുന്ന അതിഥിയാണ്. റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, അണലി എന്നറിയപ്പെടുന്ന അതിഥിയാണ്. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർ കാണുന്നത് ഈ അലമാരയുടെ ആ ചെറിയ ഗ്യാപ്പിൽ കൂടി തന്നെ പുറം കാണാം. എന്തായാലും കാണട്ടെ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ അതിഥി. നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പ് കടി സമ്മാനിച്ച് ആൾക്കാരെ മരണാവസ്ഥയിലെത്തിക്കുന്ന, അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ വളരെ ക്രിട്ടിക്കലാവുന്ന അവസ്ഥയിൽ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിലപ്പിക്കുന്ന, അതുമാത്രമല്ല നമുക്ക് കടിയേറ്റ ഭാഗത്ത് നന്നായിട്ട് പഴുപ്പുണ്ടാവുകയും അതുപോലെ നമ്മുടെ രക്തധമനികൾ, നമ്മുടെ ശരീരത്തിനകത്തുള്ള രക്തധമനികൾക്ക് കേടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരിനം അതിഥിയാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ചേനത്തണ്ടൻ. ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകൾ ശരീരത്തിലുള്ള ചേനത്തണ്ടനെന്നും വട്ടക്കൂറ എന്നും വിളിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും അറിയേണ്ട കാര്യം, ഇപ്പോൾ ഇത് നല്ല ചീറ്റ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ദേഷ്യത്തോടുകൂടി അദ്ദേഹമാണ് ഇരിക്കുന്നത്. എൻ്റെ കയ്യിലേക്ക് ചാടി കടിക്കാനുള്ളൊരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ. അതുപോലെ എൻ്റെ വയറ്റിലേക്ക് വേണമെങ്കിലും കടിക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാമ്പ് കടിയിൽ മരണം സംഭവിക്കുന്ന ഇനം പാമ്പാണ് ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, അണലി എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, വൈപ്പർ എന്നറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന അതിഥി. ഇദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമില്ല, ഏകദേശം 6 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള, കണ്ടാലൊരു ഫീമെയിലായിട്ട് തോന്നുമെങ്കിലും ഫീമെയിലല്ല, ഇത് മെയിലാണ്, ആണാണ്. അതുമാത്രമല്ല വേറൊരു പ്രത്യേകതയുള്ളത്, എന്തായാലും ആ വീട്ടിൻ്റെ ഗ്രഹനാഥനോ ആ വീടിനകത്ത് കടന്നുപോയ ആളിനോ ഒരല്പമെങ്കിലും ഭാഗ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിക്കവാറും അദ്ദേഹം നാളെ ലോട്ടറി എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അടിക്കും. കാരണം ഈ പാമ്പിരുന്ന സ്ഥലത്താണ് അദ്ദേഹം കൈകൊണ്ട് വെച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അപകടമൊന്നും ഉണ്ടായില്ല. സാധാരണ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം അനക്കം കിട്ടിയാൽ അപ്പോൾ എത്തിപ്പിടിക്കുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. പെട്ടെന്ന് എന്തനക്കം കിട്ടിലും പേടിച്ചിട്ട് പെട്ടെന്ന് കടിച്ചാൽ തന്നെ നല്ല നീളമുള്ള പല്ലായതുകൊണ്ട് ആഴത്തി ഇറക്കാനും പരമാവധി വെനം അകത്തേക്ക് കടത്തിവിടാനും കഴിയും. രക്തയണലി എന്ന് നമ്മൾ വിളിക്കുന്ന അതിഥിയാണ്. ഇപ്പോൾ പാമ്പുകളുടെ മാറ്റിംഗ് സമയമാണ്. പക്ഷേ ആ വീട്ടിനകത്ത് ഈ അതിഥി കടന്നു കൂടിയിട്ട് 1-2 ദിവസമല്ല, അതിൽ കൂടുതൽ ദിവസമായി. കാരണം അതിനകത്ത് അവിടെ കിടക്കുന്ന പലവയുടെയൊക്കെ ആ ഗ്യാപ്പിൽ അതിൻ്റെ മോഷൻ, അതിൻ്റെ കാഷ്ടം ഉണങ്ങിക്കിടക്കുന്ന, അണലിയുടെ കാഷ്ടം ഉണങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെയും ഇതിൻ്റെ മോഷൻ അവിടെ ഉണങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും 48 മണിക്കൂറിലേറെയായി ഇദ്ദേഹം ആ വീട്ടിൽ വന്നിട്ട് ഇവർ കണ്ടു കാണത്തില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ലൈറ്റിലായിരുന്ന സമയത്ത് അതിനകത്ത് കടന്നിരിക്കാം. ആ സമയത്തായിരിക്കാം ഇദ്ദേഹം അകത്തേക്ക് കടന്നു പോയത്. അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ദിവസം കൂടി മുന്നേ ആയിരിക്കാം ഇദ്ദേഹം അതിനകത്ത് കടന്നു പോയത്. എന്തായാലും ചട്ട പൊഴിക്കാറായ, സ്കിൻ ഷെഡ് ചെയ്യാറായ ഒരു ആൺ അണലിയാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അണലിയെ പരിചയപ്പെട്ടതാണ്, റസൽസ് വൈപ്പറിനെ പരിചയപ്പെട്ടതാണ്. പാമ്പുകളുടെ ഇണചേൽ സമയം കഴിയുന്നു. മൂർഖൻ്റെയും അണലിയുടെയും മണ്ടയുടെയും ഇണചേൽ സമയം കഴിയുകയാണ്. ഇനി അടുത്ത് ഏപ്രിൽ മെയ് മാസങ്ങൾ, മാർച്ച് അവസാനം ഏപ്രിൽ മെയ് ആദ്യം വരെ അണലി പ്രസവിക്കുന്ന സമയമാണ്. മുറുക്കൻ പാമ്പ് മുട്ട വിരിയുന്ന സമയമാണ്. ഇനി ഇവർ വയറ്റിൽ പെണ്ണണലികൾ മുട്ട വയറ്റിൽ പ്രസവിക്കുന്നുണ്ടെങ്കിൽ മുട്ടയാണ് വയറ്റിൽ തയ്യാറാകുന്നത്. മുട്ട വയറ്റിൽ തയ്യാറാകുമ്പോൾ പിന്നെ അവർ മൂവ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ഷെൽട്ടർ കണ്ടെത്തി ആ ഷെൽട്ടറിനകത്ത് വസിക്കുകയും അവിടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ അമ്മ അണലികൾ സഞ്ചരിച്ച് പോകാറുള്ളൂ. ഇദ്ദേഹം അമ്മയല്ല, ഇദ്ദേഹം അച്ഛനാണാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഏരിയ, അതിൻ്റെ ബോട്ടം ഇരിക്കുന്ന ഭാഗം കണ്ടിട്ട്
എനിക്ക് തോന്നുന്നത് മാറ്റിങ് കഴിഞ്ഞു, ഇണചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫീമെയിൽ ഇവിടെ ആവണമെന്നില്ല, ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒഴിഞ്ഞ പറമ്പിലുണ്ടാവാൻ സാധ്യതയുണ്ട്, ഭയപ്പെടേണ്ടതില്ല. ഒന്നുകിൽ ഇതുപോലെ വേനൽ കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അദ്ദേഹത്തെ കാണാൻ കഴിയും. എന്തായാലും ഈ അതിഥിയെ ചാക്കിലാക്കുന്നു. ചാക്കിലാക്കുക മാത്രമല്ല, ഇന്ന് എന്നോടൊപ്പം കൂടുന്ന എല്ലാ അതിഥികളും ഇന്ന് രാത്രി നാളെ വെളുക്കുന്നതിന് മുന്നേ കാട് കയറും. കാരണം ഞാൻ ഇന്ന് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ യാത്ര കാട്ടിലേക്ക് ഇന്ന് നാളെ വെളുക്കുന്നതിന് മുന്നേ എൻ്റെ കിടക്കുന്ന അതിഥികളെയൊക്കെ എനിക്ക് ചൂട് കൂടുതലായിട്ട് കാട്ടിൽ തുറന്നു വിടേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് 1 മണിക്ക് ഇന്നത്തെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ഷൂട്ട് നൈറ്റ് കഴിഞ്ഞാൽ 1 മണിയാകുമ്പോഴെങ്കിലും എനിക്ക് കാട്ടിലേക്ക് എൻ്റെ വീട്ടിൽ കിടക്കുന്ന അതിഥിയുമായിട്ട് തിരിക്കണമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള തത്രപ്പാടാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രിയ സഹോദരന്മാർ ഞാനുമൊക്കെ. എന്തായാലും നമ്മുടെ ഈ നല്ലവരായ നാട്ടുകാർക്ക് നന്ദി പറയുന്നു. നമ്മളെന്തായാലും മറ്റൊരു അതിഥിയെ തേടി, വ്യത്യസ്തനായ അതിഥിയെ തേടി നമ്മുടെ എപ്പിസോഡിൽ പുതിയ അതിഥികളെ പരിചയപ്പെടുത്താനുള്ള യാത്രയിൽ ഈ രാത്രിയിൽ അടുത്ത അതിഥി ആരാണെന്ന് നോക്കാം. വ്യത്യസ്തനാണോ അത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥികളാണെന്ന് നോക്കാം. പോകുന്നു നമ്മൾ അടുത്ത കോളിലേക്ക്, അടുത്ത അതിഥിക്കായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.